ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ചപ്പാത്തി റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പനീർ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കുന്നത്. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, ഒപ്പം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഫില്ലിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടായിട്ട് വരുമ്പോൾ 1 ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അരിഞ്ഞത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1/4 കപ്പോളം സവോള ഉണ്ടാവും. ഈ സവോള ഒന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളി അരിഞ്ഞതാണ്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയേക്കാളും കുറച്ചുകൂടെ കൂടുതൽ വെളുത്തുള്ളിയാണ് വേണ്ടുന്നത്. അരിഞ്ഞതിന് പകരമായിട്ട് പേസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ആ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്. ഇത് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് അതിൻ്റെ അളവങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ജീരകം പൊടിച്ചതിൻ്റെ ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതീയിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ആ പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ്. ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ. അതും ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അരിഞ്ഞത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പോളം ഉണ്ടാവും. ആ തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഉടഞ്ഞ് ഇതിലേക്ക് ചേരണം. അപ്പോൾ അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇപ്പോൾ ആ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് അതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്യാപ്സിക്കമാണ്. അപ്പോൾ 1/4 കപ്പ് ചുമന്ന ക്യാപ്സിക്കം അരിഞ്ഞതും 1/4 കപ്പ് പച്ച ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും വേണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെയും വേണമെന്നില്ല. ചെറുതായിട്ട് വേണമെങ്കിലും ഇത് അരിഞ്ഞെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒന്നാണ് ഈ ക്യാപ്സിക്കം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പനീറാണ്. അപ്പം ഞാനിവിടെ ഫ്രോസൺ പനീറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 250 ഗ്രാം ഫ്രോസൺ പനീർ നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണിത്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഫ്രോസൺ പനീർ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കുറച്ചൊരു വെള്ളമൊക്കെ വരും. അപ്പം ഞാനിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആ വെള്ളത്തിൽ തന്നെ അത് വെന്ത് കിട്ടിക്കോളും. ഇപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറുതീയിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഈ പനീറും ക്യാപ്സിക്കവും എല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ പനീറൊക്കെ നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. പനീറൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. എന്നാൽ കുറച്ചൊരു വെള്ളമയം ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വെള്ളമയമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ ആ പനീറിലുണ്ടായിരുന്ന എക്സ്ട്രാ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് നോക്കി കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കിതിലേക്ക് 2 ടീസ്പൂണോളം നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പുളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പനീർ ഫില്ലിങ്ങിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ 2-3 ചപ്പാത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇതിനകത്ത് കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ താഴ്ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ടൊരു അലുമിനിയം ഫോയിലോ വല്ലതും വെച്ച് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ടൈറ്റായിട്ട് തന്നെ അങ്ങനെ ഇരുന്നോളും. അപ്പം മറക്കാതെ എല്ലാവരും ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിട്ട് നോക്കൂ, അവർക്ക് നല്ല ഇഷ്ടമാവും. ഫില്ലിങ് നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കാവുന്നതാണ്. അപ്പം തലേദിവസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. രാവിലെ നമുക്ക് ഈ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ എടുക്കുകയുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസ് ആയിട്ടും മെയിൽസ് ആയിട്ടും എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. മെയിൽ ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ അറിയുന്നവരൊക്കെ ആയിട്ട് ഇത് ഷെയർ ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.